രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബംഗ്ലാദേശിൽ മറ്റന്നാൾ പൊതുതെരഞ്ഞെടുപ്പ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഇക്കുറി മത്സരരംഗത്തില്ല. അനുശ്രീ വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, ബംഗ്ലാദേശിൽ നമുക്കറിയാം ഒരുപാട് കലാപങ്ങൾ നടന്ന ഒരു പശ്ചാത്തലമുണ്ട്, വാശിയേറിയ പോരാട്ടമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതുവരെ കാര്യങ്ങൾ സുഗമമാണ് എന്ന് തന്നെയാണോ? തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തും എന്ന് ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഷെയ്ഖ് ഹസീന ഭരണത്തിനും ഒടുക്കം മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ഭരണത്തിനും ഒടുവിൽ ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 1.5 ദശലക്ഷത്തോളം അധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 12-നായിരിക്കും പൊതു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ നടക്കുക. പ്രവാസികൾ ഉൾപ്പെടെ 1.5 ദശലക്ഷം ആളുകളായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. അട്ടിമറിക്ക് ശേഷം ഉണ്ടാകുന്ന ബംഗ്ലാദേശിലെ ആദ്യ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവാമി ലീഗിന് മത്സരിക്കാനുള്ള അനുമതി ഇത്തവണയില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളായിരിക്കും മത്സര രംഗത്തുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവരും മത്സര രംഗത്തുണ്ടായിരിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളിൽ ഇതിൽ തന്നെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്ത് രൂപീകരിക്കപ്പെട്ട മറ്റ് 3 പാർട്ടികളുണ്ട്. നാഷണൽ സിറ്റിസൺ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ബംഗ്ലാദേശ് ലേബൽ പാർട്ടി എന്നിവരായിരിക്കും പ്രമുഖ കക്ഷികളായി ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയിൽ ഉണ്ടായിരിക്കുക. ഇവരും BNPയും തമ്മിലായിരിക്കും പ്രധാനമായി മത്സരമുണ്ടായിരിക്കുക എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ഇനി ഈ 2 പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചാൽ ബംഗ്ലാദേശിൽ 7% GDP വളർച്ച ഉണ്ടാക്കുമെന്നതാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെ $2 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുള്ള ഇടമാക്കി മാറ്റും എന്നൊരു വാഗ്ദാനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തെന്നാൽ എല്ലാ അയൽ രാജ്യങ്ങളുമായും സമാധാനപരമായും സഹകരണപരവുമായ, അതായത് അന്താരാഷ്ട്ര രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളുമായി സമാധാനപരമായ ഒരു സൗഹൃദം നിലനിർത്തുമെന്നുള്ള 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൊതുവരുമാനം വർദ്ധിപ്പിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ഭവന നിർമ്മാണം, തൊഴിൽ സൃഷ്ടി, സാമൂഹ്യ സംരക്ഷണം, പുനരുപയോഗ ഊർജ്ജം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഈ പൊതുവരുമാനം വർദ്ധിപ്പിച്ച് ഈ തുക ഉപയോഗിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെയും ഒരു സ്ത്രീയുടെ പേരിൽ ഫാമിലി കാർഡ് എന്നൊരു വാഗ്ദാനമാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിദേശ പ്രതിരോധ നയങ്ങളിൽ ബംഗ്ലാദേശ് ആദ്യം എന്നൊരു നയം കൂടി BNP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ ഈ ഓരോ വീട്ടിലെയും ഒരു സ്ത്രീയുടെ പേരിൽ ഫാമിലി കാർഡ് എന്ന നയത്തിൽ പ്രതിമാസം 2000 മുതൽ 2500 വരെയുള്ള തുക, അതായത് ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 1500ഓളം രൂപ അവിടുത്തെ ഒരു കുടുംബത്തിലെ ഓരോ സ്ത്രീകൾക്കും വെച്ച് പണമായി തന്നെ നൽകുമെന്നൊരു വാഗ്ദാനം കൂടി BNP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക സ്റ്റോറുകളിൽ നിന്ന് അരി, എണ്ണ, പയർവർഗ്ഗങ്ങൾ, ഉപ്പ് എന്നിവ കാർഡ് ഉപയോഗിച്ച് വാങ്ങാവുന്ന തരത്തിലുള്ള പദ്ധതി രൂപീകരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് BNPയുടെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോഴും ഉയർന്നു വരുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിലവിലെ തകർച്ചയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിലെ സമ്പദ് വ്യവസ്ഥ ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ നിലവിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. നിലവിലെ രാജ്യത്തെ സാഹചര്യം അനുസരിച്ച് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഓരോ വീട്ടിലെയും ആളുകൾക്ക് 2000 മുതൽ 2500 രൂപ വരെയുള്ള തുക അതെങ്ങനെ നൽകാൻ സാധിക്കും? അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ ഏത് തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ഇരു പാർട്ടികൾക്ക് മുന്നിൽ ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിനൊരു ഉത്തരം നൽകാതെ ഇവർ മുന്നോട്ട് വെച്ച ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂലൈ നാഷണൽ ചാർട്ടർ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ്. ഇത് പ്രധാനമായി ഈ ജൂലൈ നാഷണൽ ചാർട്ടർ എന്താണെന്ന് വെച്ചാൽ
ബംഗ്ലാദേശിലെ ജുഡീഷ്യറി ഭരണ തെരഞ്ഞെടുപ്പ് മേഖലകളിലെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയാണ് ജൂലൈ നാഷണൽ ചാർട്ടർ പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിൽ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ കാലാവധി 10 വർഷത്തേക്ക് പരിമിതപ്പെടുത്തുക, അതോടൊപ്പം തന്നെ 100 അംഗ ഉപരിസഭയുള്ള ദ്വിസഭാ പാർലമെന്റ് സ്ഥാപിക്കുക, കെയർടേക്കർ സർക്കാർ സംവിധാനം പുനഃസ്ഥാപിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശാക്തീകരിക്കുക, 2024 പോരാളികൾക്ക് നിയമപരമായി അംഗീകാരം നൽകുക. ഇതൊക്കെയാണ് ജൂലൈ നാഷണൽ ചാർട്ടറിൽ മുന്നോട്ട് വയ്ക്കുന്ന പരിഷ്കാരങ്ങൾ. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല ഭരണകാലത്താണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ജൂലൈ നാഷണൽ ചാർട്ടറിന് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് ബംഗ്ലാദേശ് പോകുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇടക്കാല സർക്കാരാണ്, മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശ് നയിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നത് എന്നതും പ്രസക്തമാണ്. എന്തായാലും സമാധാനപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ പോകും എന്നും പ്രതീക്ഷിക്കാം.